പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയംഗമായ സുപ്രഭാതം. ഇന്ന് നവംബർ 18-ാം തീയതി തിങ്കളാഴ്ചയാണ്. നമ്മൾ കർത്താവിൻ്റെ സന്ദർശനത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലെല്ലാം ഒരു ദൈവത്തിൻ്റെ സന്ദർശനമാണ്. കൃപാസനത്തിൽ ദൈവം സന്ദർശിച്ചതാണ് ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 മണിക്ക്. അത് സന്ദർശനമാണ്. സന്ദർശനത്തോടു കൂടിയാണ് അനുഗ്രഹങ്ങളെല്ലാം തുടങ്ങുന്നത്. പക്ഷെ സന്ദർശനം നമ്മൾ ഏറ്റെടുത്തിട്ട് അതിൻ്റെ ചൈതന്യം ജനങ്ങളിലേക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണം മറ്റുള്ളവരോട് പറയണമെന്ന് പറയണത്, പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൻ്റെ അനുഗ്രഹം ദൈവം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങും. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അത് നമുക്കത് പ്രാപിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗോർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛൻ നിങ്ങളെ അഭിഷേക പ്രാർത്ഥിച്ചില്ല. അതിനെ കുറിച്ച് താഴെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ തിരി ഊതി വെക്കാവുന്നതാണ്. അതുവരെയാണ് തിരി ഉപയോഗിക്കേണ്ടത്. എൻ്റെ കർത്താവേ, ഇപ്പോഴും നിങ്ങൾ ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി ഈ പ്രാർത്ഥനയുടെ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കൾ ഇന്ന് നവംബർ മാസം 18-ാം തീയതി തിങ്കളാഴ്ച, ഇന്ന് അങ്ങയുടെ മക്കൾ പോകുന്ന എല്ലാ അസൈൻമെൻറ്റുകളും എല്ലാ വഴികളും അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ മക്കൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ, അമ്മമാരുടെ ഉത്തരവാദിത്തമുണ്ട്, മക്കളെന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്, വിദ്യാർത്ഥികളെന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്, കുടുംബനാഥ എന്ന നിലയിൽ ഉത്തരവാദിത്തമുണ്ട്.
അത് നിറവേറ്റാൻ വേണ്ടിയല്ല നമ്മൾ രാവും പകലും കഷ്ടപ്പെടുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവതിരുസേന നിൽക്കുകയും ചെയ്യുന്നത്. ആ വിഷയങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ തിരുസേന സൗകര്യം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ അങ്ങയുടെ മക്കൾ ഇവിടെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ 38 വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കൾക്ക് അങ്ങ് അഭിഷേകമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, അൾത്താരയിൽ നടന്ന 10,000 ആരാധന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ നടത്തിയ ആരാധനകളെല്ലാം നിറഞ്ഞു നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അസ്ഥിവാരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ മക്കൾ മാരക രോഗികൾ അവരെ സ്പർശിക്കണേ കർത്താവെ. തീരാവേദിയുള്ളവരെ സ്പർശിക്കണേ കർത്താവെ. ജീവിത പ്രശ്നങ്ങൾ കർത്താവെ, പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഒറ്റക്ക് തുഴഞ്ഞ് നെഞ്ചും കൂടി കലങ്ങുന്ന അനേകം മക്കളുണ്ട്. ഉറക്കമില്ലാത്ത മക്കളുണ്ട്. അതിൻ്റെ പേരിൽ എന്തെല്ലാം ഉത്തരവാദിത്വം നിറവേറ്റിയാലും ഒരു സ്നേഹമോ സന്ധിപ്പോ അംഗീകാരമോ മനസ്സിലാക്കലോ പോലും കിട്ടാതെ ഒറ്റക്കിരുന്ന് വിഷമിക്കുന്നവരുണ്ട്. എന്തിനിത്രയും കഷ്ടപ്പെടുന്ന, ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതൊക്കെ ഓർത്തിട്ട് നിരാശപ്പെട്ട് തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന മനുഷ്യരുണ്ട്. കർത്താവ്, ആ മക്കളെല്ലാം നീ മാത്രമേ അവർക്കുള്ളൂ. നീ മാത്രമാണ് എല്ലാം അറിയുന്ന ആൾ. കർത്താവെ, നിൻ്റെ സാന്ത്വനം അവർക്ക് നൽകണം, നിൻ്റെ ശക്തി അവർക്ക് നൽകണം. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു, അവിടെയെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങയുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഈശോയെ. അവിടെ കഴിവ് കൊണ്ടോ ശേഷി കൊണ്ടോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെയെല്ലാം നിൻ്റെ സാന്നിധ്യം ഉണ്ടാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് നീ പറഞ്ഞില്ലേ? ആ അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ സാധ്യമായ സാന്നിധ്യം, ആ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വിഷയത്തിൻ്റെ മേലെ അവർക്ക് ഒരു തണുപ്പ് കിട്ടാനും ഒരു സംരക്ഷണം കിട്ടാനും ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. മക്കൾ, നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ചാണ്. ഈ ഈവൻറ്റ് ദ വിസിറ്റ് ഓഫ് ഗോഡാണ്. ശരിക്കും ദൈവവൈദ്യങ്ങൾക്ക് നമുക്ക് സന്ദർശനത്തിൻ്റെ 2-3 വചനങ്ങൾ വായിക്കാം. ഒന്നാമത്തെ വായിക്കേണ്ടത് ലൂക്ക 19:44. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അപ്പം ദൈവം നിന്നെ സന്ദർശിച്ച സമയം, ജെറുസലേമിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്താ? ദൈവം അവരെ സന്ദർശിച്ച സമയം അവരറിഞ്ഞില്ല. അതൊരു നിസ്സാര കാര്യമില്ല. സന്ദർശനത്തിൻ്റെ സമയം ഇപ്പം നമ്മുടെ വ്യത്യസ്തങ്ങളായ കർത്താവ് കടന്നു വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റണില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. അവർ മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കാത്തതും കാരണം തന്നെയാണത്. ഇപ്പോൾ ഫറവോ മാനസാന്തരപ്പെടാൻ പെട്ടിട്ടും പിന്നെ അടയാളങ്ങൾ കാണിച്ച് ദൈവത്തിൻ്റെ സന്ദർശന സമയം വിവേചിക്കാൻ ഫറവോയ്ക്ക് കഴിഞ്ഞില്ല. അവസാനം എന്നാ പറ്റി? ഫറവോ ഉൾപ്പെടെ എല്ലാവരും ചെങ്കടലിൽ മുങ്ങിച്ചത്ത്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ പ്രെയർ ടൈം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്ദർശനത്തിൻ്റെ സമയം അടയാളമായിട്ട് കിട്ടും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു. അമ്മ സഹായിച്ചത്, പരിശുദ്ധ അമ്മ സഹായിച്ചതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? അതാണ് സന്ദർശനത്തിൻ്റെ സമയം എന്ന് പറയണത്. അപ്പം സന്ദർശനത്തിൻ്റെ സമയം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത്? അനുതാപം ഉണ്ടാകണം. സന്ദർശന സമയം അറിയെന്ന് പറയുമ്പോൾ അറിഞ്ഞെന്ന് പറഞ്ഞിരിക്കുകയല്ല. അറിയണമെങ്കിൽ ആ അറിയണതിൻ്റെ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയക്കുന്നവരെ കല്ലെറുകയും ചെയ്തവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചു. ഇതാ നിൻ്റെ ഭവനം പരിത്യക്തമായി
ശൂന്യമായി കിടക്കണം. എന്താ കാര്യം? നീ എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ല, നിൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്ദർശന സമയം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അനുതാപം ഉണ്ടാകണം. ഒരനുഗ്രഹം കൈപ്പറ്റിയാൽ ഉടനെ പിന്നെ അനുതാപത്തിൻ്റെ ജീവിതമാണ്. പിന്നെ അടുത്ത അനുഗ്രഹം പോരട്ടെ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ഒരു അനുഗ്രഹം നിനക്ക് കിട്ടിയാൽ, നിൻ്റെ കുടുംബത്തിൽ കിട്ടിയാൽ അപ്പം തന്നെ നീ വിശുദ്ധിയിലേക്ക് നീ വളരണം. കുമ്പസാരിക്കാത്തവർ കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കാത്തവർ കുമ്പസാരം സ്വീകരിക്കണം. ദേഷ്യക്കാരും എടുത്തുചാട്ടക്കാരും സൗമ്യമായി പെരുമാറണം. ദാനധർമ്മങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ കൂടി നിൻ്റെ അനുഗ്രഹത്തിന് പങ്കാളിത്താക്കണം. അങ്ങനെ വരുമ്പോൾ നിനക്ക് അനുതാപം ഉണ്ടെന്ന്, അനുതാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. അപ്പോഴാണ് ഈ സന്ദർശന സമയം നീ അറിഞ്ഞെന്ന് മനസ്സിലാകണത്. അപ്പോൾ അനുഗ്രഹം കിട്ടിയ അടുത്തത് എന്താണ്? നടപടി എന്താണ്? അനുതാപത്തിൻ്റെ ജീവിതം തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.